കിച്ചൺ സാഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അവൽ മിക്സ്ചർ. ഇതിനെ പോഹ ചിവട എന്ന് പറയും. ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. പക്ഷെ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ എല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും. എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവൽ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന കട്ടി കുറഞ്ഞ അവൽ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതാണ് കട്ടി കൂടിയ അവൽ, തിക്കായിട്ടുള്ള അവൽ. ഇതല്ല നമുക്ക് വേണ്ടത് കട്ടി കുറഞ്ഞ അവലാണ്. നമ്മളിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ കട്ടി കുറഞ്ഞ അവൽ തന്നെ വേണം. കട്ടി കൂടിയ അവലാണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കട്ടി കുറഞ്ഞ അവൽ നോക്കിയിട്ട് വേണം ഈ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാനായിട്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അടിക്കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് അവലിട്ട് കൊടുത്തിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ കൂട്ടി വെക്കാനായിട്ട് പാടില്ല. ഏറ്റവും കുറവ് തീയിൽ വെച്ചിട്ട് വേണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 3-4 മിനിറ്റ് പിടിക്കും ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അവൽ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വരണം. നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഈ ഒരു പരുവാണ് അവലിന് വേണ്ടത്. ഇനി നമുക്ക് തീ നിർത്തിയിട്ട് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്തെടുക്കാം. ആ പാത്രം തന്നെ നമ്മൾ വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരിപ്പ് വടയുടെ കടലപ്പരിപ്പാണ്, അല്ലെങ്കിൽ ചനാദാൽ. ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കണം. തീ കൂട്ടി വെക്കാനായിട്ട് പാടില്ല. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നട്ട്സ് എല്ലാം തന്നെ വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം മാത്രം കളർ മാറും, അകത്തോട്ട് റോസ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് എടുക്കാം. കടലപ്പരിപ്പ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 2ആയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ ഏകദേശം ഈ 2 നട്ട്സിൻ്റെ ഏകദേശം ഒരു ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയം ഒരുപോലാണ്. അതുകൊണ്ടാണ് ഞാനിത് 2ഉം കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നട്ട്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഇപ്പോഴും കുറച്ച് എണ്ണയുണ്ട്. എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടാം, കുറവ് വേണമെങ്കിൽ കുറവിടാം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അവലിൻ്റെ മിക്സറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനിയൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കളറിനും അതുപോലെ തന്നെ ചെറിയൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് നമുക്ക് വരും. അപ്പോൾ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് അല്ലെങ്കിൽ സെസമേ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്തെടുക്കേണ്ട കാര്യമില്ല, ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. എത്ര നിങ്ങൾക്ക് ഉപ്പ് വേണോ അത്ര ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവല്, അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം തന്നെ, ഈ നട്ട്സിലൊക്കെ കുറച്ച് എണ്ണയുണ്ട് നമ്മൾ വറുത്തെടുത്തപ്പോൾ, അതെല്ലാം കൂടെ ഇതിൻ്റെത്തേക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇനി തീ കുറച്ച് വെച്ച് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം.
നമ്മൾ മിക്സ് ചെയ്യുന്തോറും ഈ നമ്മുടെ മഞ്ഞ കളറൊക്കെ എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് വരും. അപ്പോഴാണിത് മിക്സായി കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുക. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവൽ മിക്സർ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മഞ്ഞ കളറൊക്കെ എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ നിർത്തിയിട്ട് വെക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഉണ്ടാക്കുന്ന ഫുൾ ടൈം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. തീ കൂട്ടി വെക്കാനായിട്ട് പാടില്ല. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകം അത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തീ നിർത്തിയിട്ട് ഇതിനെ തണുത്ത ശേഷം ഏതെങ്കിലും ഒരു കുപ്പിയിലെടുത്ത് വെച്ചിട്ട് കഴിക്കാം. കുറേ നാളിത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ അവൽ മിക്സർ ഇപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഓപ്ഷനാണിത്. ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വളരെ ഹെൽത്തിയാണ്. നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.